നടുക്കത്തെ മോളെ പ്രഗ്നൻ്റായി 3 മാസം തൊട്ട് അവളെ പ്രസവിച്ചൊരു പരുവം വരെയും ഞാൻ കടത്തുന്നതോറും നടന്നു. സ്കൂളിൻ്റെ വരാന്തേ കയറി കിടന്ന്. കൂടെ കുറേ തെരുവ് പട്ടികളുണ്ടായിരുന്നു കൂട്ടിന്. ആ പട്ടികൾ എന്നെ സംരക്ഷിച്ചു. ഗംഗയുടെ എൻ്റെ 3 മക്കളുടെ അച്ഛനല്ല ഇത്. ഗംഗ മീനാക്ഷി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണുക. ഞാൻ സൈഡിൽ ഇവരുടെ പ്രൊഫൈൽ ഇവിടെ വയ്ക്കാം. ഈ 3 പേരെയും നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ മേ ബി ഇവരുടെ റീൽസ് കണ്ട് ചിരിച്ചിട്ടും ഉണ്ടായിരിക്കാം. സംബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വരുന്ന നെഗറ്റീവ് കമൻസുകൾ എടുത്ത് വെച്ചിട്ട് ഇവർ അവരെ തന്നെ കളിയാക്കിക്കൊണ്ട് റീൽസൊക്കെ ചെയ്യുന്നതാണ്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്, നല്ല കോമഡിയാണ്. ഞാൻ ഇവിടെ ഒരു വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം. നിന്റെ അച്ഛന് കാഷ്യൂനട്ട് ഉണ്ടോ മീരും? തെളിവടമ്മ, കുഞ്ഞിലെ പാളയക്കടത്തിൽ കുളിപ്പിച്ചപ്പോ അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടു എന്ന് ഞങ്ങളുടെ അമ്മൂമ്മ എഴുതി തന്ന രേഖ. കരട് കെട്ടാൻ നേരം താഴെ ഞാൻ അങ്ങനെ ഒരു സാധനം കണ്ടു തൊട്ടു എന്ന് ജോത്സ്യം പറഞ്ഞ ജോത്സ്യന്റെ ബാധ്യതാ സർട്ടിഫിക്കറ്റ്. യൂറിൻ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു പ്രോപ്പർട്ടി അവിടെ ഉണ്ടെന്ന് ഉറപ്പിച്ചതിന്റെ തെളിവ്. കാണിരമ്മ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കച്ച കെട്ടി അംഗത്തിന് വിളിച്ചോ. ഏത് പബ്ലിക് ടോയ്ലറ്റിലും പുള്ളി ഒന്ന് മുള്ളി കാണിച്ചു തരും. ഓക്കെ, എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് ഇവരിടുന്നത്. നല്ല രസമാണ്. എന്തായാലും നിങ്ങൾക്ക് അവരുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസ് കാണാൻ പറ്റും. ഇവരുടെ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഇൻ്റർവ്യൂ നിലവിൽ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആ ബാക്കിലിരിക്കുന്ന ആ ഒരു വ്യക്തി, കണ്ണാടിയിട്ടുകൊണ്ട് നമ്മളൊക്കെ ചിരിപ്പിക്കുന്ന ആ ഒരു വ്യക്തി ഈ ഗംഗയുടെ സ്വന്തം അച്ഛനാണെന്നാണ് നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. അത് സ്വന്തമായിട്ടുള്ള അച്ഛനല്ല. ഈ ഗംഗയുടെ ഒരു ശരിക്കുള്ള അച്ഛൻ ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കാണുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് ദിയാകൃഷ്ണയാണ്. ഒരു ദിയാകൃഷ്ണ ഈ അഹങ്കാരം തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. പ്രസവിച്ച് കഴിഞ്ഞാൽ മാത്രമേ അമ്മ എന്ന് വിളിക്കൂ, അല്ലാത്തവരെ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. പ്രത്യേകിച്ച് സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെ തന്നെ വിളിക്കുന്നത് അശ്വിൻ്റെ അമ്മ അല്ലെങ്കിൽ ആൻറ്റി എന്നൊക്കെയുള്ള രീതിയിലല്ലേ വിളിക്കുന്നത്. എന്തായാലും ശരിക്കും പറഞ്ഞാൽ വല്ല സമയം കിട്ടുമ്പം ദിയാകൃഷ്ണൻ ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കാണുന്നത് വളരെ നന്നായിരിക്കും. അപ്പം തലയ്ക്ക് കയറി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ അഹങ്കാരം കുറച്ചങ്ങ് കുറഞ്ഞു കിട്ടും. എന്തായാലും നമുക്ക് ഇവരുടെ ഇൻ്റർവ്യൂയിലോട്ട് പോവാം. അതിനു മുമ്പ് ഞാൻ ഈ മോളുമായിട്ട് കുറേ നാൾ ഇവളുമായിട്ട് കടത്തിണ്ണകളിലോട് കടന്നിട്ടുണ്ട്. ഞാൻ ഇവളെ കൊണ്ട് സത്യം, ഞാൻ കള്ളം പറയല്ല, സത്യസന്ധമായ കാര്യം പറയാം. പുള്ളിക്കൊക്കെ അറിയാം, പുള്ളിയൊക്കെ ആ നാട്ടിലുള്ളതല്ലേ, പുള്ളിക്കൊക്കെ അറിയാം. ഞാൻ എൻ്റെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അത് ഞാൻ വിളിച്ചു വെക്കേണ്ടെന്ന കാര്യമില്ല. എൻ്റെ മോളെ നടുക്കത്തെ മോളെ പ്രഗ്നൻ്റായി 3 മാസം തൊട്ട് അവളെ പ്രസവിച്ചൊരു പരുവം വരെയും ഞാൻ കടത്തിണ്ണതോറും നടന്നു. ആരും തിരിഞ്ഞു നോക്കില്ല. എൻ്റെ അച്ഛനോ അമ്മയോ എൻ്റെ സഹോദരങ്ങളോ ആരും തിരിഞ്ഞു നോക്കിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കും, സ്വന്തം ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയതിന് ശേഷമുള്ള അതായത് ലൈഫിൽ ഫേസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഇവരുടെയൊക്കെ വീഡിയോ കാണുമ്പോഴത്തേക്കും നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കും. പക്ഷെ ഇവരുടെ ജീവിതത്തിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് ഒരു മനുഷ്യർക്ക് മനസ്സിലാവത്തില്ല. ഇവർ പറയുമ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഈ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി പോലും, അതായത് അടുത്തിരിക്കുന്ന ആ വ്യക്തി പോലും ശരിക്കുള്ള ഭർത്താവല്ല. എന്നിട്ട് പോലും ഈ പറയുന്ന ഗംഗ അച്ഛ എന്ന് വിളിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഒക്കെ അല്ലേ, അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടല്ലേ അങ്ങനെയൊക്കെ വിളിക്കുന്നത്. ഇവിടെ ദിയെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജന്മം കൊണ്ടല്ല, കർമ്മങ്ങൾ കൊണ്ടും ഈ അച്ഛനും അമ്മയൊക്കെ ആകാം. പല പല സാഹചര്യങ്ങളിൽ നമുക്ക് തരുന്ന എന്താ പറയുക, സ്നേഹം, കെയർ, അല്ലെങ്കിൽ സംരക്ഷണം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നൊരു ബഹുമാനം എന്നൊക്കെ കൊണ്ട് നമുക്ക് അവരെ അമ്മാന്നും അച്ഛാന്നും ഒക്കെ വിളിക്കാം. അതിനിത്ര നാണക്കേട് ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നലെ തന്നെ അവരിട്ടൊരു സംഭവം കണ്ടില്ലായിരുന്നോ? ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ കൊട്ടിക്കോശി പറയുവാണ്. അവർക്ക് എന്ത് സ്നേഹമാണോ അവരുടെ അടുത്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്കൂളുണ്ട്, പെൺകുളങ്ങര സ്കൂൾ, അന്ന് ഓലഷെട്ടൊക്കെയാണ് സ്കൂളിൽ. ആ സ്കൂളിൻ്റെ വരാന്തേ കയറി കിടന്ന്. കൂടെ കുറേ തെരുവ് പട്ടികളുണ്ടായിരുന്നു കൂട്ടിന്. ആ പട്ടികൾ എന്നെ സംരക്ഷിച്ച്. അതുകൊണ്ടുകൂടി തന്നെ ഇപ്പോഴും തെരുവിലുള്ള പട്ടികൾക്ക് ഞാൻ ഫുഡ് കൊടുക്കും. അവരെ കൈ കഴുകാൻ തോന്നത്തില്ല മോളെ, എനിക്ക് സത്യം. ഇപ്പോഴും എല്ലാവരും പള്ളു പറയും പട്ടിക്ക് ചോറ് കൊടുക്കുമ്പോൾ, പക്ഷെ ഞാൻ കൊടുക്കും ഇപ്പോഴും. കാരണം ഒരാപത്ത് സമയത്ത് എന്നെ ഇവളെ കുഞ്ഞുങ്ങളൊക്കെ ആ പട്ടികളെ സംരക്ഷിച്ചത് സത്യം പറയാം. അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്ക്. കയറി കിടക്കാൻ പോലും ഒരു സ്ഥലമില്ലാതെ കടത്തിണ്ണയിൽ കിടക്കുമ്പം തെരുവ് പട്ടികളായിരുന്നു സംരക്ഷിക്കുന്നതെന്നൊക്കെ പറയുമ്പം എന്തുമല്ലേ. ഓരോരുത്തരുടെയൊക്കെ ലൈഫ് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊന്നും സംസാരിക്കാൻ പോലും മറുപടിയില്ല. ഇതൊക്കെ ഈ പല ആൾക്കാരും കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഗംഗയ്ക്ക് അതൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ പക്ഷെ അതെല്ലാം ഒരു സിനിമ പോലെ ഓർത്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ്. അതുകൊണ്ട് നല്ല രസമല്ലേ ഇങ്ങനെ ഇരിക്കുമ്പോൾ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, അവിടെ നമ്മൾ ഇവിടം വരെ എത്തി. അപ്പോൾ പിന്നെ ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കല്യാണ വിരോധി എന്നുള്ളൊരു ലേബൽ വെച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് പ്രപ്പോസലും കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഇവർക്കൊരു വീട് വെച്ച് കൊടുക്കണം. രണ്ടാമത്തെ ഇവർ നിൽക്കുന്നത് ഫോട്ടോ എടുക്കണം, ഇട്ടിട്ട് പാടിടണം. അപ്പൊ അതുകൊണ്ട് ഒരു വീട് വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. പക്ഷെ അത് ആരുടെ കയ്യിൽ ഒരു രൂപ വാങ്ങിക്കാതായിരിക്കണം വെക്കേണ്ടത്. ഞാൻ തന്നെ അധ്വാനിച്ച പൈസയിൽ വെക്കണം. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒരാളുടെ
സമയം കൂടെ ഞാൻ കൊണ്ട് കളയണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കല്യാണ വിരോധിയിൽ ആ ലേബലിൽ ഇരിക്കട്ടെ, വീടൊക്കെ വെച്ച് സെറ്റായിട്ട് എന്തെങ്കിലും എനിക്ക് തോന്നുവാണെങ്കിൽ മതി എന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ. പക്ഷെ ഓരോ വീഡിയോ ഇടുമ്പോഴും ഓരോ വീട് കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇവർക്ക് വീട് എടുക്കാൻ സമയമുണ്ടല്ലോ, ആ വീടെന്താ പണിയാത്തത്, നമ്മൾ വീട് പണിയാൻ ചെന്നാൽ പിന്നെ ഓക്കെ, ഇതാണ് അവരുടെ ലൈഫ്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത്? അപ്പം ഇത്രയും നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന വ്യക്തികളുടെ ലൈഫിൽ ഫേസ് ചെയ്ത വിഷയങ്ങളാണ്. അപ്പം ഇവിടെ പല കാര്യങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരങ്ങൾ തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ആരും ഇതൊന്നും എന്ത് പറയണ്ട മൈൻഡ് ചെയ്യത്തില്ല. അതായത് വേറെ ആൾക്കാരുടെ ജീവിതങ്ങളോ അല്ലെങ്കിൽ അവർക്ക് അച്ഛനും അമ്മയും ഉണ്ടോ, അവർ വളരുന്ന സാഹചര്യം എങ്ങനെയാണ്, അതൊന്നും മനസ്സിലാക്കാതെയാണ് വന്നിരുന്നിട്ട് പെരുമാറുന്നത്. ഇവിടെ രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി കാണിക്കുന്ന പരിപാടി കണ്ടില്ലേ, സബ്സ്ക്രിപ്ഷനിലൂടെ പൈസകൾ ഉണ്ടാക്കാൻ നോക്കുന്നു. ഇവരെ സംബന്ധിച്ച് കണ്ടില്ലേ, ഇവർ ഫണ്ണായിട്ടുള്ള രീതിയിൽ ഓരോരോ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് അത് നാട്ടുകാരെ ചിരിപ്പിച്ചിട്ട് അത് അങ്ങനെയാണ് ഇവർ മാക്സിമം റീച്ചും കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. ഇവരെ പറ്റിയിട്ട് ഒരു മനുഷ്യർക്ക് നെഗറ്റീവ് പറയാനില്ല. ഇപ്പം ഞാൻ ഈ പലവട്ടം ഈ രേണുവിനെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവർക്കൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നല്ല നല്ല കോണ്ടന്റുകൾ ചെയ്തുകൂടാ? എല്ലാവരും ഇവിടെ സപ്പോർട്ട് ചെയ്യത്തല്ലേ ഉള്ളൂ. ഈ നാട്ടുകാരെ വെറുപ്പിച്ചിട്ട് എന്തിനാണ് ഇത്ര പൈസ ഉണ്ടാക്കുന്നത്? എങ്ങയുടെ എൻ്റെ 3 മക്കളുടെ അച്ഛനല്ല ഇത്, സത്യം പറയല്ല. ഇപ്പൊ പക്ഷെ കൊറേയൊക്കെ ലൈഫ് മാറിയില്ലേ? പിന്നെ ഇപ്പൊ ഒത്തിരി മാറിയിട്ടുണ്ടാവും എനിക്ക് ഇപ്പൊ ഈ പറയുമ്പോ തന്നെ. പക്ഷെ ഇപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഗംഗയുടെ പേജിലൂടെ നിങ്ങളെ കാണുമ്പോൾ എത്രത്തോളം ലൈഫ് മാറിയിട്ടുണ്ടാവും എല്ലാവർക്കും അറിയാൻ പറ്റും. ആ ഒരു ലൈഫ് ഇപ്പൊ എങ്ങനെയാണ്? അപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ അല്ല, അതിനേക്കാളും മുമ്പേ മാറി എൻ്റെ ജീവിതം. ഈ ഗംഗയുടെ എൻ്റെ 3 മക്കളുടെ അച്ഛനല്ല ഇത്, സത്യം പറയല്ല. മഞ്ജു പിന്നെ വേറെ വിവാഹം കഴിക്കാതെ ഞങ്ങളെ ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ അന്നേ തന്നെ ഞങ്ങളുടെ ജീവിതം കുറേ മാറി. എന്താ വേറൊരു കല്യാണം കഴിക്കാതെ പോലും ഞങ്ങളെ ഏറ്റെടുത്ത വ്യക്തിയാണെന്ന് ഈ വിഷയങ്ങൾ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം എന്നിട്ടും ഈ പറയുന്ന ഈ ഗംഗ എന്ന് പറയുന്ന പെൺകുട്ടി അച്ഛ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന ആ റെസ്പെക്റ്റും ആ ഒരു സ്നേഹവുമാണ്. മനസ്സിലായ? അപ്പോൾ ഈ ജനിപ്പിച്ചവരെ മാത്രമേ അച്ഛാന്നും അമ്മയെന്നും വിളിക്കണമെന്നും അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്ക്. അപ്പം ഇപ്പോൾ ഈ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കമൻറ്റ് ബോക്സിൽ, അയ്യോ ദിയമോള് വന്നല്ലോ, അതാണല്ലോ. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഇവർക്കൊന്നൊക്കെ തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ എന്ന് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് യൂസാണ് ഇവർക്കൊക്കെ കിട്ടുന്നതെന്ന് അറിയത്തില്ല. സ്വന്തം വീട്ടിലൊരു അംഗത്തെ പോലെയൊക്കെ കാണുന്നത്. എന്നാൽ ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല ഈ പറയുന്ന ആൾക്കാർ ഫുള്ള്, അതായത് ഇവരുടെ ആ ഫാമിലി ഫുള്ള് പട്ടിയുടെ വിലയാണ് കൊടുക്കുന്നത് ഈ സബ്സ്ക്രൈബേഴ്സിനൊക്കെ. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൊരു ബോധം നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. മോള് പഠിക്കാൻ പൈസ ഇല്ലാണ്ടായി ഒത്തിരി 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 അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അന്നേരമൊക്കെ പുള്ളിയാണ് നമുക്കൊരു സഹായത്തിന് വന്നത്, ഞങ്ങളെ ഏറ്റെടുത്തത്. ലോകത്ത് ആരെങ്കിലും ചെയ്യുമോ? അത് ഒരു മനുഷ്യരും ചെയ്യൂല. അങ്ങനെ എനിക്കാണെങ്കിൽ എന്നെ കണ്ടെടുക്കാൻ പോലും ഇല്ല, അത്രയ്ക്ക് ഞാനങ്ങ് മോശമായി ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ജീവിച്ചത്. ആ സമയത്ത് ഗംഗയാണ് മൂത്തത്. ഗംഗയാണ് എൻ്റെ കൂടെ നിന്ന് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഗംഗയാണ്. ഗംഗ ഒരുപാട് അനുഭവിച്ചു. ആലോചിക്ക്, ആ ഒരു സാഹചര്യത്തിൽ ഇവരെ വന്ന് ഏറ്റെടുത്ത്, അതായത് ആ പുള്ളി വേറെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, അങ്ങനെയൊക്കെ വന്ന് സ്വീകരിക്കണമെങ്കിൽ ആ ഒരു മനുഷ്യൻ എത്ര വലിയൊരു മനുഷ്യനായിരിക്കും. നമ്മളെയൊക്കെ എത്രയോ ചിരിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ റീൽസിൽ. ഇവരുടെ റീൽസൊക്കെ കാണണം, അതിനകത്ത് പുള്ളി ഭയങ്കര കോമഡിയാണ്. പുള്ളി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവരെ പറ്റി കൂടുതൽ അറിയുമ്പോഴാണ് അവരോടൊക്കെ ഉള്ളൊരു സ്നേഹം നമുക്ക് കൂടുന്നത്. അപ്പോൾ ഈ തലയ്ക്ക് അഹങ്കാരം പിടിച്ചുകൊണ്ട് നടക്കുന്ന ടീമുകൾ, ഞങ്ങൾ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നവർ ഇതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അതേപോലെ തന്നെ ഇവരിപ്പം ഫോളോ ചെയ്യുന്നൊരു രീതി ഉണ്ടല്ലോ, ഇവരുടെ വീഡിയോസും കാര്യങ്ങളും ആൾക്കാരെ ചിരിപ്പിച്ചുകൊണ്ട് ഇടുന്ന റീൽസ് എല്ലാം ഇതുപോലെയൊക്കെ പല ആൾക്കാർക്കും ചെയ്യാം. ഈ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തുകൊണ്ട് ഈ കുമ്മാളിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അവരൊന്നും ചെയ്യത്തില്ല. അപരാധങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ, അപരാധം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ എന്നുള്ള ചിന്തയിൽ നടക്കുക. ഇങ്ങനെയും ചെയ്ത് ഇവർക്കൊക്കെ പൈസ ഉണ്ടാക്കുക, റീച്ച് ഉണ്ടാക്കുക. ആ പെൺകുട്ടി പറഞ്ഞു കണ്ടില്ലേ, ആ പെൺകുട്ടിയുടെ ഇനി ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു സ്വന്തമായിട്ടൊരു വീട് വെച്ച് കൊടുക്കണമെന്ന്. ഒന്ന് ആലോചിക്കുക. നേരെ മറിച്ച് ഇവിടെ അപ്പുറത്ത് കുറച്ച് ആൾക്കാർ വീട് ദാനമായി കിട്ടിയിട്ട് പോലും അവരെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുക. ഇങ്ങനെയാണോ വീട് പണിയുന്നത്, അതാണ് ഇതാണെന്നും പറഞ്ഞിട്ട്. പാവപ്പെട്ട ആ ഒരു അച്ഛൻ വസ്തു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ അച്ഛനെ വരെ വന്നിരുന്ന് തെറി പറയുമായിരുന്നു. എന്തായാലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.